ഡോക്ടർമാർക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന വാക്ക് പാഴ്വാക്കായിരിക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. കുട്ടി മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. ഏതായാലും ഇപ്പോൾ ഡോക്ടറെ ആക്രമിച്ച സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് അവരുടെ പ്രതികരണം കേൾക്കാം. അതായത് ഡോക്ടർ വിപിൻ വേറൊരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ OP ടിക്കറ്റിൽ സാറ് ECG ഒക്കെ നോക്കിയാൽ സാറിങ്ങനെ ആ പേഷ്യൻ്റ് വിവരങ്ങളൊക്കെ ചോദിച്ചാൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ലാബിലെ അനിലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ആ ഡോർ ഇങ്ങനെ തള്ളി തുറന്ന് നീ എൻ്റെ മോളെ കൊന്നില്ലേന്നോ അങ്ങനെ ഒരു ഡയലോഗ് ഇട്ട് വന്നിട്ട് ഒരൊറ്റ വെട്ടാ സാറിന്. അപ്പം ഭാഗ്യത്തിന് ഞങ്ങളൊക്കെ കൈ അനിലിനൊക്കെ ചെറുതായിട്ടൊന്ന് പിടിക്കാൻ പറ്റി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വെട്ട് വളരെ ഗുരുതരമായിരുന്നു. ഇപ്പോഴും നല്ല മുറി തന്നെയാണ് സാറിന് പറ്റിയത്. തല ഇതിലെങ്ങനെയാണെന്നാണ് തോന്നുന്നത്, ഇങ്ങനെ വെട്ടി. അപ്പം തന്നെ ബ്ലഡ് ഇങ്ങനെ ചീറ്റല്ലേ നമ്മളെ തോന്നുന്നുണ്ട്. വിപിൻ സാറിനെ എനിക്ക് നമ്മളൊരു ചിലപ്പോൾ സൂപ്രണ്ടാണ് റൂമിലുണ്ടായിരുന്നത് വിചാരിച്ചിട്ടായിരിക്കാം. വിപിൻ സാർ അത്രയും നല്ല ഒരു പാവം ഡോക്ടറല്ലേ. അയാൾ മറ്റേ കുട്ടി അന്ന് ട്രീറ്റ്മെൻറ്റിലൊന്നും വിപിൻ സാർ ഇവിടെ എല്ലാവരും തോന്നുന്നുണ്ട്. സൂപ്രണ്ടായിരിക്കും എന്ന് വിചാരിച്ചാണ്. പിന്നെ അയാൾ നല്ല ഇതിലായിരുന്നു, നല്ല ഫോമിൽ, നല്ല മദ്യത്തിൽ. പരിക്കേറ്റ ഡോക്ടർ വിപിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടറുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്തുകൊണ്ട് 2 വർഷം മുമ്പ് സംഘടനയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാർക്കുമുള്ള ആശങ്ക ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സൂചകമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത്. തലയോട്ടിയുടെ പുറകിലെ ഭാഗത്ത് ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും. കോർട്ടിക്കൽ ബ്രീച്ചിൽ ചെറിയൊരു പൊട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ആഴത്തിലുള്ള മുറിവാണുള്ളത്. തലച്ചോറിന്റെ അകത്തേക്ക് ആൾക്ക് പരിക്കില്ല. ആള് കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചുറി ഒബ്സർവേഷനിലാണ്. ന്യൂറോ സർജറി ICUലാണ് ഇപ്പോൾ ഉള്ളത്. തലച്ചോറിന്റെ അകത്തേക്ക് ബ്ലീഡിംഗ് ഇല്ല. തലച്ചോറിന്റെ അകത്തേക്കില്ല, പുറത്താണ്. സർജറി ഇല്ല, മുറിവിന്റെ മാനേജ്മെന്റ് ആണ് ഇനി വേണ്ടത്. ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അത് ന്യൂറോ സർജറി, പ്ലാസ്റ്റിക് സർജറി ടീം അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ്. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ നാളെ KGMOയുടെ നേതൃത്വത്തിൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിക്കും. ദീപക് മലയമ്മയും സാനു മനോമിയുമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, വന്ദനാദാസിനെ നമ്മൾ ഇനിയും മറന്നിട്ടില്ല. ഡോക്ടർക്കെതിരായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഇനി തന്നെ 11:30 കൂടിയാണ് ഈ പറയുന്ന സനൂപും 2 കുട്ടികളുമായി ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആദ്യം എത്തിയ തന്നെ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ കാണാനാണ് എന്നുള്ള വിശദീകരണമാണ് കൊടുത്തത്. അതിനുശേഷമാണ് സൂപ്രണ്ടിന്റെ മുറിക്കരികിലേക്ക് എത്തുന്നതും സൂപ്രണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിനകത്തുള്ള ഡോക്ടർ വിപിനെയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഉള്ള സ്ഥലത്തേക്ക് കയറി ചെന്നതിന് ശേഷം ബാഗിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അയാളെ ഇവിടെ നിന്നും പിടിച്ച് മാറ്റി പോലീസ് എത്തി. പിന്നീട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയാളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തണം, അല്ലെങ്കിൽ പ്രകോപനപരമായ ഒരു നീക്കം ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടൽ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. എനിക്കിപ്പം ഇപ്പോൾ CPM സെക്രട്ടറി കൂടിയായിട്ടുള്ള ശംസീർ ചേരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണല്ലോ, അവർക്ക് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള ആരോപണമൊക്കെ അവർ ഉന്നയിച്ചപ്പോൾ അടക്കം നിങ്ങൾ ബന്ധപ്പെട്ടതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളോട് സംസാരിച്ചു? അതെ, ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മളെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അത് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സംഘടനാപരമായിട്ടും അല്ലാതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവർ ഒറ്റപ്പെട്ട ഒരു ജീവിതശൈലിയുള്ള ഫാമിലിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇയാൾ നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നീതി കിട്ടിയിട്ടില്ല, കുട്ടിയുടെ മരണം താലൂക്ക് ഹോസ്പിറ്റലിലെ പോരായ്മ കൊണ്ടാണ് എന്നൊക്കെ നിരന്തരം അയാൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുക എല്ലാം നമുക്ക് തീരുമാനിക്കുക, എല്ലാം ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വേണ്ട രീതികളെല്ലാം ഏതെല്ലാം രീതിയിൽ ഇടപെടാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്നലെ രാത്രി ആൾ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ആകെ ഇതിലാണ്, എൻ്റെ മോള് മരണപ്പെട്ടത് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടല്ല,
അപസ്മാരം കൂടി പനിച്ച് അപസ്മാരം കൂടിയിട്ട് മരണപ്പെട്ടതാണ്. എൻ്റെ മോൾ എന്നോട് വന്ന് പറയുന്നുണ്ട്, അച്ഛാ എന്നെ കൊന്നതാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇന്നലെ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അയാൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്, അപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എന്നോട് സംസാരിച്ചതെന്നുള്ള കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിക്കാം, രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. ഇന്ന് രാവിലെ അയാൾ നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ ആ സമയത്ത് ഒരു തവണ എന്നോട് അയാൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മോള് മരണപ്പെട്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല, എനിക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ല, അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണമാണ് അയാൾ എടുത്ത് വരുന്നത്. പിന്നെ നമ്മൾ അറിയുന്നത് ഈ ഒരു കൃത്യം നടന്നു എന്നുള്ളത് അറിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടുന്ന ഒരു സിറ്റുവേഷൻ. ഇയാൾ ഇവിടേക്ക് വന്ന് താമസിച്ച ആളെന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിന് മുൻപ് അയാളുടെ ഭാഗത്ത് ഇത്തരം പ്രകടനപരമായ എന്തെങ്കിലും നീക്കങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? നിലവിൽ നമ്മൾ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന അയാളെ ജീവിതം നിങ്ങൾ കാണാം, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അയാളെ വീടും പരിസരമൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതോട് ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. അയാൾക്ക് പറയുന്ന രീതിയിൽ ഒരു കൂലി വില ഒന്നും നിലവിലില്ല. അതിലൊന്നും നിങ്ങളോടൊന്നും അങ്ങനെ ഇടപഴകുന്ന ആളുമല്ല. അങ്ങനെ ഇടപെടില്ല. അയാളെ മക്കൾ, അയാളെ ഭാര്യ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാലോ, 2 പിള്ളേരുണ്ട്, 2 ആൺകുട്ടികളാണ്. അവർ രണ്ടാളും ഇയാളെ കൂടെ ഉണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ തിരുവനന്തപുരത്ത് പെങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ അതിന് ശേഷമാണ് ഈ കൃത്യം അറിയുന്നത്. വിനീത വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ച് വിശദീകരിച്ചത്. അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് 11:00 ഇവിടേക്ക് എത്തുമ്പോൾ 2 കുട്ടികൾ ഈ പറയുന്ന സനൂപിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവിടെ എത്തി. ഇവിടെ വിശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് ജീവനക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ കാണാനാണെന്നുള്ള വിശദീകരണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആശുപത്രിയിലെ ആജീവനക്കാർ അത് സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അതിനുശേഷമാണ് ഇവിടെ നിന്നും ഇതിനകത്തേക്ക് കടക്കുകയും ഈ കാണുന്ന വഴികളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ കാഷ്വാലിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അല്പം മുൻപ് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ വഴി അകത്തേക്ക് കടക്കുകയാണ്. ഈ വഴി അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, നേരെ ഇങ്ങനെ പതിയെ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രില്ലിട്ട ഏരിയയാണ്. ഈ ഗ്രില്ലിട്ട ഏരിയ കടന്നു വേണം ആശുപത്രിയുടെ അകത്തളത്തിലേക്ക് എത്താൻ. എന്ന് വെച്ചാൽ പ്രധാന കവാടം കടന്ന് ഇതുവഴി വേണം ഈ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ. ഇതുവഴി കടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഇടതുവശത്ത് ആയിട്ടാണ് നമുക്ക് സൂപ്രണ്ടിൻ്റെ മുറി കാണാൻ സാധിക്കുക. ആ മുറിക്കരികിലേക്കാണ് എത്തുന്നത്. അദ്ദേഹം സൂപ്രണ്ട് എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സൂപ്രണ്ട് ആ ഘട്ടത്തിൽ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് ലാബുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ബിബിനും ഒപ്പം തന്നെ മറ്റ് 2 ലാബിൻ്റെ ജീവനക്കാരും ഒരു പേഷ്യൻറ്റിൻ്റെ കുട്ടിരിപ്പുകാരും കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ ഡോർ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന നിലയിലായിരിക്കും. അവിടേക്കാണ് ബിബിൻ ഈ പറയുന്ന സനൂപ് എൻ്റർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഒരു വടിവാൾ കരുതിയിട്ടുണ്ടായിരുന്നു. വളരെ മൂർച്ചയേറിയ വടിവാളാണ്. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ അയാൾക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. നേരത്തെ ഷംസീർ സംസാരിച്ചതനുസരിച്ച് തൻ്റെ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം അത് അതേ നിലയ്ക്ക് തന്നെ അയാൾ ശക്തമായി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ തുടർന്ന് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വെള്ളത്തിൻ്റെ സാമ്പിളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടോ അങ്ങനെ ഒന്നും തനിക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് മനസ്സിലേക്ക് സ്വന്തം മകൾ തന്നെ വന്നു പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചത് താൻ കുഞ്ഞ് മരിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ചികിത്സാ പിഴവ് കൊണ്ടാണ് എന്ന അർത്ഥത്തിൽ പോലും കാര്യങ്ങൾ പറഞ്ഞു എന്ന ആ ഒരു മാനസിക നിലയിലേക്ക് അയാൾ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചാണ് ഇതിനകത്ത് വെച്ച ഡോക്ടർ ബിബിനെ ഇയാൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. തലയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇടപെട്ടു. അതിനുശേഷം പിന്നീട് ഇവിടുത്തെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി എമർജൻസി സർവീസ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടെ വെച്ച് ചികിത്സ നൽകി. പ്രാഥമികമായ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ആരോഗ്യനില എന്നുകൂടി നമുക്കറിയാം. സാനിയോ മനോമിയുണ്ട്. സാനിയോ, ഇപ്പോൾ അദ്ദേഹം നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യനില എങ്ങനെയുണ്ട്? ഡോക്ടർമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു. നാളെ ഇപ്പോൾ OP ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയാണല്ലേ? അതെ വിനീത, അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം നമുക്ക് ഡോക്ടർ ബിബിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയ്ക്ക് വലിയ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ സാനിയോ, തലയിലെ മുറിവ് ആഴമുള്ളതാണല്ലേ? അതെ, തലയിലെ മുറിവ് ആഴമുള്ളതാണ്. പക്ഷേ അത് തലച്ചോറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സമാധാനമുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറിച്ച് ആ മുറിവിലേക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ട ചികിത്സയാണ് ഇപ്പോൾ ന്യൂറോ സർജറി വിഭാഗം അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ചികിത്സ തുടരുകയാണ്. അദ്ദേഹം സ്റ്റേബിൾ ആണ്. ഇവിടെ വരുമ്പോൾ കണ്ണു തുറന്ന് അടക്കം അദ്ദേഹം വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരടക്കം പറയുന്നത്. ശരി, എന്തായാലും ഡോക്ടർ ബിബിന്റെ ആരോഗ്യനില ഇപ്പോൾ
സ്റ്റേബിളാണ്, ന്യൂറോ ICUവിൽ തുടരുകയാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഡോക്ടർമാർ. KGMOയുടെ നേതൃത്വത്തിൽ നാളെ സർക്കാർ ആശുപത്രികളിൽ, കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിക്കും.